ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ അരുൺ ഡോക്ടറിന് തുമ്പി ഫോൺ ചെയ്യുന്നു. അരുൺ ഡോക്ടർ ആണെങ്കിൽ തുമ്പിയെ ഉപദേശിക്കുകയാണ്. നീ ഇപ്പോൾ തൽക്കാലം ശ്രേയയുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് ഏറ്റവും സേഫ് എന്ന് പറയുന്നു. പ്രത്യേകിച്ച് എൻ്റെ എക്സാം കഴിയുന്നിടം വരെയെങ്കിലും എങ്ങനെയും അവിടെ പിടിച്ചു നിൽക്കാൻ പറയുകയാണ്. ഒരവസരം കിട്ടിയാൽ ഞാൻ നിനക്ക് മൊബൈലും കൊണ്ടു തരാമെന്നൊക്കെ പറയുന്നു. തുമ്പി എല്ലാത്തിനും ഓക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. വിമലാണെങ്കിൽ അരുൺ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവൾ ശ്രേയ നന്ദിനിയുടെ വീട്ടിൽ പോയത്, എന്നിട്ടും എന്താ അവളെ അറസ്റ്റ് ചെയ്യാത്തതെന്നൊക്കെ. അരുൺ ഡോക്ടർ അപ്പോൾ പറയണം, നീ ആ കാര്യമൊന്നും അന്വേഷിക്കേണ്ട, ഞാനാണെങ്കിൽ ഒരു സൈക്കോ ഡോക്ടറാണ്, നിന്നെ വരെ കൊല്ലാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നീ സൂക്ഷിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. തുമ്പിയാണെങ്കിൽ ഫോൺ സംസാരിച്ചിട്ട് അവിനാഷിനോടും ശ്രേയയുടെ അച്ഛനോടും പറയാണ്, ഞാൻ മാളുവായിട്ട് അഭിനയിക്കാൻ തയ്യാറാണ്, പക്ഷേ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ഈ കളിയിൽ എനിക്കെന്താണ് ലാഭമെന്ന് ചോദിക്കുന്നു. ശ്രേയ ആണെങ്കിൽ തുമ്പിയുടെ റൂമിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ ശ്രേയയുടെ അപ്പച്ചിയെ തട്ടി താഴെ വീഴാൻ പോകുന്നു. ശ്രേയ ചോദിക്കുന്നുണ്ട് അപ്പച്ചിയോട്, ഇവിടെ എന്തിനാണ് വന്ന് കിടക്കുന്നതെന്ന്. ശ്രേയ ആണെങ്കിൽ റൂമിൽ പോയി നോക്കുമ്പോൾ തുമ്പിയെ കാണുന്നില്ല, മാളുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ശ്രേയ വിഷമിക്കുകയാണ്. അപ്പോൾ അപ്പച്ചി വിചാരിക്കുകയാണ്, ഞാൻ ഇത്ര കാവലിരുന്നിട്ടും അവൾ മിസ്സായോ എന്ന്. സുകുമാരങ്ങളും ബഹളം കേട്ട് അവിടേക്ക് വരുന്ന എന്തു പറ്റിയെന്ന് ചോദിക്കുന്നു. ശ്രേയ അപ്പോൾ പറയണം മാളുവിനെ കാണുന്നില്ല എന്ന്. അങ്കിൾ അപ്പോൾ പറയാണ് താഴെ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പോയതായിരിക്കുമെന്ന്. ശ്രേയയും സുകുമാരങ്ങളും അപ്പച്ചിയെല്ലാം താഴേക്ക് റൂമിലേക്ക് ചെല്ലുന്ന സമയത്താണെങ്കിൽ തുമ്പിയാണെങ്കിൽ വെളിയിൽ നിന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുന്നു. ശ്രേയ ചോദിക്കുകയാണ്, നീ എവിടെ പോയതായിരുന്നെന്ന്. തുമ്പി അപ്പോൾ പറയാണ്, വെളിയിൽ ചുമ്മാതെ കാറ്റ് കൊള്ളാൻ വേണ്ടി പോയതാണെന്ന്. എന്തിനാണ് ബാഗും കൊണ്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ തുമ്പി പറയുകയാണ്, ബാഗിൽ എല്ലാ കാര്യവും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണെന്ന്. മാളു പറയുകയാണ്, അവിനാഷ് എന്നെ പെട്ടെന്ന് കൂട്ടിയിട്ട് വന്നതുകൊണ്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, പ്രത്യേകിച്ച് മൊബൈൽ പോലും എടുത്തിട്ട് വന്നില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. എല്ലാവരോടും ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മാളു കയറി പോവുകയാണ്. ശ്രേയ ആണെങ്കിൽ സുകുമാരങ്കിളിനോട് പറയുകയാണ്, അവളുടെ പെരുമാറ്റം കണ്ടോ, നമ്മളോടൊന്നും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തതുപോലെയാണ് പെരുമാറുന്നത്, അവളെ ഞാൻ ശരിയാക്കി എടുക്കുന്നുണ്ടെന്നൊക്കെ പറയാണ്. ശ്രേയ ആണെങ്കിൽ തുമ്പിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നീ രാത്രിയിലാണെങ്കിൽ ചുമ്മാതെ വെളിയിൽ ഇറങ്ങിയതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയത്, അണിഞ്ഞൊരുങ്ങി എന്തിനാണ് പോയതെന്നൊക്കെ ചോദിക്കുകയാണ്. അതേസമയം തുമ്പി മനസ്സിൽ വിചാരിക്കുകയാണ്, അരുൺ ഡോക്ടർ പറഞ്ഞത് കറക്റ്റാണ്, കുറച്ച് നാളത്തേക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കേണ്ടി വരുമെന്ന്. മാളു ആണെങ്കിൽ സ്നേഹത്തോടെ ചേച്ചിയോട് സംസാരിക്കുകയാണ്, ഞാൻ എൻ്റെ ചേച്ചിയെ വിട്ടിട്ട് എവിടെ പോകാനാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പച്ചി അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, കാമുകൻ തേച്ചിട്ട് പോയി കാണും, അതായിരിക്കും ഇപ്പം ചേച്ചിയോട് സ്നേഹമെന്ന്. ശ്രേയ പറഞ്ഞിരുന്നു, ഞാനൊരു ദുസ്വപ്നം കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഈ റൂമിലേക്ക് വന്നതെന്ന്. അപ്പോൾ മാളു ചോദിക്കുകയാണ്, ചേച്ചി പോലീസ് എന്ത് ദുസ്വപ്നമാണ് കണ്ടതെന്നൊക്കെ. ശ്രേയ പറയാണ്, നിനക്ക് അപകടം വരുന്നത് പോലെയാണ് ഞാൻ സ്വപ്നം കണ്ടത്, അതുകൊണ്ട് മോള് തനിച്ച് രാത്രിയിലൊന്നും ഇറങ്ങരുതെന്നൊക്കെ പറയാണ്. ശ്രേയയുടെ പറച്ചിൽ കേട്ടിട്ട് തുമ്പി പറയുകയാണ്, ചേച്ചി പോലീസ് വിഷമിക്കേണ്ട, ഞാനാണെങ്കിൽ എന്നെ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നു. ശ്രേയ പറയാണ്, നീ എന്നെ ഇവിടെ കിടക്കാതെ ഓടിച്ചു വിട്ടതിൽ എനിക്ക് ഒത്തിരി സങ്കടമായെന്ന്. അപ്പോൾ തുമ്പി പറയാണ്, എങ്കിൽ ചേച്ചി പോലീസ് ഇനിയും തൊട്ട് എൻ്റെ കൂടെ കിടന്നോളാൻ. ശ്രേയയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നു. ശ്രേയ ആണെങ്കിൽ തുമ്പിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. തുമ്പിയും അതുപോലെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പച്ചി പറയാണ്, ചേച്ചി പോലീസിനും കള്ളിപ്പെണ്ണിനും കാവലായിട്ട് ഞാൻ ഈ തറയിൽ കിടന്നോളാമെന്ന്. ശ്രേയ പക്ഷേ സമ്മതിക്കുന്നില്ല, ഞാനിവിടുന്ന് ഓടിക്കുമെന്ന് പറയാണ്. തുമ്പിയാണെങ്കിൽ ഫോൺ സംസാരിച്ചത് അവിനാഷ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊബൈലിൽ. അത് കേട്ടിട്ടാണെങ്കിൽ അവിനാഷും ശ്രേയയുടെ അച്ഛനും പറയുകയാണ്, തുമ്പിയാണെങ്കിൽ 1.5 മാസത്തോളം ശ്രേയയുടെ അനിയത്തിയായിട്ട് അഭിനയിക്കും. അരുൺ ഡോക്ടറിൻ്റെ എക്സാം കഴിഞ്ഞാൽ അവൾ പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ജാക്സന്റെ പേര് പറഞ്ഞു വേണം അവളെ ഭീഷണിപ്പെടുത്താനെന്നൊക്കെ പറയാണ്. ശ്രേയയെ വിവാഹം കഴിക്കുന്നിടം വരെ അവളെ ഇവിടെ പിടിച്ചു നിർത്തണമെന്നൊക്കെ അവിനാഷ് പറയുന്നു. അവിനാഷ് പറയണം, നമ്മുടെ ആൾക്കാരെ വിട്ടിട്ട് കൊച്ചു ഡോക്ടറിനെ ജാക്സന്റെ ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കണം, 6 മാസത്തേക്ക് കിടക്കാനുള്ള പണി അവന് കൊടുക്കണമെന്നൊക്കെ പറയാണ്. ശ്രേയയുടെ അച്ഛൻ പറയണം, 6 മാസം കൊണ്ട് നിങ്ങളുടെ കല്യാണവും നടത്തണം, അതുമാത്രമല്ല തുമ്പിയെ ജയിലിലുമാക്കണമെന്നൊക്കെ പറയുന്നു. ആളുവാണെങ്കിൽ പെട്ടെന്ന് സ്വപ്നം കണ്ടെഴുന്നേൽക്കുകയാണ്. എപ്പോഴും കാണുന്ന സ്വപ്നമാണ് കാണുന്നത്. ശ്രേയ ചോദിക്കുന്നുണ്ട്, എന്താ ദുസ്വപ്നമാണോ കണ്ടത്, ഇന്നലെ ഞാൻ കണ്ടതുപോലെ എനിക്കെന്തേലും അപകടം പറ്റുന്ന സ്വപ്നമാണോ കണ്ടതെന്ന് ചോദിക്കുന്നു. തുമ്പിയാണെങ്കിൽ അതാണെന്നൊക്കെ പറയാണ്. ശ്രേയ ആണെങ്കിൽ രാവിലെ നടക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. തുമ്പി അപ്പോൾ വരുന്നില്ല എന്ന് പറയാണ്. തുമ്പി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇപ്പോൾ വെളിയിൽ ഇറങ്ങുന്നത് സേഫ് അല്ല, ജാക്സന്റെ ആളുകൾ എന്നെ തേടി നടക്കുകയായിരിക്കുമെന്നൊക്കെ. ശ്രേയ കതക് തുറന്നിറങ്ങുമ്പോഴാണെങ്കിൽ വെളിയിൽ അവിനാശും നിൽക്കുന്നു. അവിനാശിനോട് ചോദിക്കുന്നു, എന്താണ് ഇത്ര രാവിലെ എന്ന്. അപ്പോൾ പറയാണ്, ശ്രേയയുടെ കൂടെ ഞാനും ഇനിയും തൊട്ട് ജോഗിങ്ങിന് വരാനാണെന്ന്. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കേണ്ടതല്ലേ, അതുകൊണ്ട് ശ്രേയയുടെ കൂടെ വന്നതാണെന്നൊക്കെ പറയുന്നു.
പിന്നീട് രണ്ടുപേരും നടക്കാനിറങ്ങുന്നു. ശ്രേയ ആണെങ്കിൽ സ്പീഡിൽ പോകുന്നുണ്ട്, അവിനാഷ് ആണെങ്കിൽ അത്രയ്ക്ക് സ്പീഡിൽ പോകാൻ പറ്റുന്നില്ല. അവിനാഷ് ആണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിൽക്കുന്നുണ്ട്. ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും കുറേ ദൂരം ജോഗിങ് ഉണ്ടെന്ന്. അവിനാഷ് ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് കൊച്ചു വെളുപ്പാങ്കാലത്ത് പ്രേമിക്കാൻ വേണ്ടി ഇറങ്ങിയത് പണിയായല്ലോ എന്ന്. തുമ്പിയെക്കുറിച്ചാണെങ്കിൽ ഈശ്വർ സാറും ജാക്സണും അതുപോലെ വിൽസണും ചർച്ച ചെയ്യുകയാണ്. വിൽസൺ പറയുകയാണ് എനിക്ക് കിട്ടുന്ന ന്യൂസ് പോലും ശ്രേയയ്ക്ക് ആ കള്ളിയെക്കുറിച്ച് കിട്ടിക്കാണത്തില്ല എന്ന്. ഈശ്വർ സാർ പറയണം അത് തൻ്റെ തെറ്റിദ്ധാരണയാണ്, ശ്രേയയുടെ കഴിവ് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നു. ശ്രേയയും അവിനാഷുമാണെങ്കിൽ ജോഗിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് അപ്പച്ചി പറയുകയാണ് ശ്രേയയ്ക്ക് ഒരു കോൾ വന്നിരുന്നു എന്ന്. ഫോൺ നോക്കുമ്പോൾ ഈശ്വർ സാറാണ്. ശ്രേയ തിരിച്ചു വിളിക്കുന്നു. ഈശ്വർ സാർ ആണെങ്കിൽ ശ്രേയയോട് ചോദിക്കുകയാണ് ആ ലേഡി റോബിൻഹുഡിന്റെ കാര്യം എന്തായി, കേസ് വേറെ ആർക്കെങ്കിലും ഹാൻഡിൽ ചെയ്യണോ എന്ന് ചോദിക്കുന്നു. ശ്രേയ അപ്പോൾ പറയണം അതിന്റെ ഒന്നും ആവശ്യമില്ല, അവളുടെ തൊട്ടടുത്ത് ഞാൻ എത്തിയിട്ടുണ്ടെന്ന് പറയാണ്. തുമ്പി ആണെങ്കിൽ അവിനാഷിന് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിനാഷ് ആണെങ്കിൽ തുമ്പിയോട് പറയുകയാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന്. ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ശ്രേയ പറയാണ്. അതുകൊണ്ട് ഈ കേസ് വേറെ ആർക്കും കൊടുക്കണ്ടെന്നും പറയുന്നു. കമ്മീഷണർ സാർ ചോദിക്കുന്നുണ്ട് കുറച്ച് ദിവസം താനില്ലല്ലോ പിന്നെ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ശ്രേയ പറയാണ് ആ കേസ് ഞാൻ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കുന്നുണ്ടെന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്